ഇതിൽ തെളിവുകൾ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ഈ പ്രോസിക്യൂഷൻ സൈഡിൽ നിന്നും വളരെ കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ ഈ മറ്റേ കേസ് നടത്തിയ മറ്റ് അഭിഭാഷകർക്കും, മറ്റ് പ്രതികൾക്ക് വേണ്ടി നടത്തിയ അഭിഭാഷകർക്കും ഈ കേസിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള അഭിഭാഷകർക്കുമൊക്കെ ഈ ദിലീപിനെ കേസിൽ പ്രതിയാക്കപ്പെടുന്ന ഒരു സാഹചര്യമോ തെളിവോ ഇല്ലയെന്നുള്ളത് അറിയാം. പക്ഷേ ആ സമയത്ത് സർക്കാരിന് നേട്ടം ഉണ്ടാക്കുന്ന രീതിയിൽ, വളരെ കോലാഹലം സൃഷ്ടിക്കുന്ന രീതിയിൽ ഇങ്ങനെ ദിലീപിനെ പ്രതിയാക്കി കുറേ കാലം ആഘോഷിച്ച് നടന്നു എന്നല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമില്ല. ജഡ്ജിമാരെന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ 4-5 പേര് ജില്ലാ ജഡ്ജിമാരായിട്ട് പോയിട്ടുണ്ട്. വളരെ അടുത്ത സുഹൃത്തുക്കൾ മറ്റ് പല സ്ഥാനങ്ങളിലും ഹൈക്കോടതിയിലും ഒക്കെ ഉണ്ട്. പക്ഷേ അവർ പറഞ്ഞ ഈ ജഡ്ജിമാർക്ക് ഈ മാധ്യമങ്ങളുടെ ഇത് പൊതുവെ അവരെ ബാധിക്കാറില്ല. പക്ഷേ എല്ലാ മനുഷ്യർക്കും ഒരേ തരത്തിലുള്ള മാനസികാവസ്ഥ ആവില്ല. ചില ആളുകൾക്ക് അല്പം ദുർബലരായിട്ടുള്ള ഒരു മാനസികാവസ്ഥയുള്ള ആൾക്കാരുണ്ടാവും. അത്തരം ആളുകൾക്ക് എൻ്റെ അറിവിൽ ഉറക്കം പോലും ഇല്ലാതെ പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. ജഡ്ജിമാർക്ക് ജഡ്ജിമെൻറ്റ് പറയുന്ന ദിവസങ്ങളോടനുബന്ധിച്ചിട്ട് ഉറക്കം പോലും ഇല്ലാതെ വരിക, അങ്ങനത്തെ പല ബുദ്ധിമുട്ടുള്ള മാനസിക, അവർ മനുഷ്യരാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഇതുണ്ട്. അതുപോലെ ഈ കേസുകളിലൊക്കെ 100-200 ചില്ലാനും സാക്ഷികളെ വിസ്തരിച്ചു, അതിന് ജഡ്ജി മൊഴികളൂടെ വായിച്ചെടുക്കണം, ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് വെരിഫൈ ചെയ്യണം. ഒരു വലിയ പണിയാണത് ട്രയൽ കോടതിയിലെ ഇത് നടത്തുന്നത്.